ബ്രോക്കലി മുട്ട ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ബ്രോക്കലി ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് അതിലെ അണുക്കളെല്ലാം കളയാനായിട്ട് അതിനകത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കുക. അതിനുശേഷം എടുത്ത് വൃത്തിയായി ഒന്ന് കഴുകി മാറ്റി വയ്ക്കുക. പിന്നീട് 2 മുട്ട, അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതും ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച വറ്റൽമുളക് അതുകൂടി ചേർത്ത് കുറഞ്ഞ തീയിൽ തന്നെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം 1 സവോള ചെറുതായി അരിഞ്ഞത് അതുകൂടി ചേർത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അത് അത്യാവശ്യം നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രോക്കലി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ ഒരു 7-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 7-8 മിനിറ്റ് നന്നായി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ അതിലെ വെള്ളമെല്ലാം വറ്റി ഇതുപോലെ നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിരിക്കും. അത് എല്ലാ 4 സൈഡിലേക്കും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 10 സെക്കൻഡോളം അതേപോലെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറഞ്ഞ തീയിൽ ഒരു 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അവസാനമായി അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് അതൊന്ന് മേലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ക്രഷ് കുരുമുളക് പൊടി കൂടി അതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എഗ്ഗ് ബ്രോക്കോളി ഫ്രൈ റെഡിയായി.